ഞങ്ങൾ ഒരു കാലിത്തീറ്റയും ഒരു ആർട്ടിഫിഷ്യൽ തീറ്റയും കൊടുക്കില്ല. പാടത്തെ പുല്ല്, ഞങ്ങളുടെ വൈക്കോല്, ഞങ്ങളുടെ വീട്ടിലെ വെള്ളം, കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം. അപ്പം എന്താ വെച്ചാൽ ആ ചാണകത്തിന് ദുർഗന്ധമില്ല. ഈ ചാണകം നമുക്ക് കയ്യിലെടുക്കാം. അടരാണ് ഈ ചാണകം. വേണമെങ്കിൽ കാണിച്ചു തരാം. കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതേസമയം നമ്മുടെ സാധാരണ കാലിത്തീറ്റ കൊടുക്കുന്ന പശുവാണെങ്കിൽ ആ ചാണകം മാറിയിട്ട് ഈ 7 അയലത്ത് നിൽക്കാൻ പറ്റില്ല. ഈ ചാണകം അടരാണ്, കണ്ടോ? അടരുകളായിട്ടാണ് ചാണകം. ഒരു ചാണിനകത്ത് വീഴുന്നതാണ് ചാണകം. ഒരു ചാണിനകത്താണ് അത് വീഴുക. അതാണ് ചാണകം. അതാണ് പേരിന്റെ ആ പേര് വരാനുള്ള കാരണം തന്നെ. അപ്പൊ ഈ ചാണകമായിട്ട് കേട്ടോ. സത്യം എനിക്ക് 46 വയസ്സായി ടീച്ചറെ. ഞാൻ ആദ്യമായിട്ടാണ് ചാണകം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഒരു ചാണിനകത്ത് വീഴുന്നതാണ് ചാണകം. അത് പറഞ്ഞ് അറിയാൻ വേണ്ടി സതി ടീച്ചറുടെ അടുത്ത് വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ചാണകം കയ്യിലെടുത്തിട്ട് നമ്മൾ കളഞ്ഞാലും ആ കൈ നമുക്ക് ദുർഗന്ധം വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കില്ല. മറ്റേ ചാണകം എന്ന് പറഞ്ഞാൽ പ്ലേച്ചിട്ടാണ്ട് ഒഴുകും. അതിന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ആ സ്മെല്ലാണ് അതിന്ന് വരുന്നത്. പണ്ട് ചാണകം ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അടിച്ചു തളിക്കാൻ, മുറ്റടിച്ചു കഴിഞ്ഞാൽ ചാണകം തെളിക്കണം. അതായത് ബാക്ടീരിയകളെ വലിച്ചെടുക്കുന്ന സാധനമാണ്. അതുപോലെ മുറ്റം മെഴുകണം. ഇനി വീടിനകം ചാണകം തേച്ചിരുന്നു. ചൊവ്വാഴ്ചന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടൊക്കെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചാണകം തേക്കും. അതായത് ബാക്ടീരിയകളെ അവര് അബ്സോർബ് ചെയ്യും. അതിനാണ് ചാണകം തേച്ച നിലത്ത് ആളുകൾ കിടന്നുറങ്ങിയിരുന്നു. അങ്ങനെയല്ലേ? ടൈലുണ്ടായിരുന്നു പണ്ട്. ശരിയത്. ചാണകം തേച്ച മുറിയിലല്ലേ കിടന്നിരുന്നത്? ഓർമ്മയുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് അച്ഛമ്മ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര വർഷം മുമ്പ്? 40 കൊല്ലം മുന്നേ. ഇപ്പൊ ടൈലായി. ടൈല് തുടയ്ക്കണമെങ്കിൽ അതിന് ഡിറ്റർജന്റ് വേണം, അല്ലാണ്ട് ടൈല് തുടയ്ക്കാൻ പറ്റില്ല. എന്നിട്ടോ നമുക്ക് രോഗത്തോട് രോഗം. പണ്ട് എത്ര ആശുപത്രി ഉണ്ടായിരുന്നത് ഇവിടെ. ഇപ്പൊ ഓരോ ബസ് സ്റ്റോപ്പിലും ഓരോ ക്ലിനിക്കാ. അതിൽ മുഴുവൻ ജനങ്ങളുമാണ്. ഞങ്ങൾ ആശുപത്രി പോവാറില്ല, ഞങ്ങൾ ഒരു മരുന്നും കഴിക്കാറില്ല, ഞങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും. 1999 ഉറുപ്പിക കൊടുത്താല് എല്ലാ ചെക്കപ്പും ചെയ്യും. ഒരു പ്രശ്നം ഇന്നേ വരില്ല. ഷുഗർ അധികമില്ല, പ്രഷർ അധികമില്ല, കിഡ്നി നോർമലാണ്, ലങ്സ് നോർമലാണ്. ഒന്നിനും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഒരു മരുന്നും കഴിക്കാറില്ല. കണ്ട, കോഴി വരെ സമ്മതിച്ചു സത്യാണ്. ഇല്ല, ഇങ്ങനെയൊക്കെ ഇത്രയും ആധികാരികതയോടുകൂടി ഞങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ പറ്റില്ലല്ലോ ടീച്ചറെ. നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. അതാണ്.